അമൃതം പൊടി കൊണ്ട് വളരെ എളുപ്പത്തിലും ഇതുപോലെ രുചികരമായ ഒരു ഉണ്ട തയ്യാറാക്കാൻ നിങ്ങൾക്കറിയാമായിരുന്നോ? വെറും 3 പ്രധാന ചേരുവകൾ മാത്രം: ഉരുക്കിയ വെല്ലം, തേങ്ങ, അമൃതം പൊടി. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ ഹെൽത്തി ഉണ്ട എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1.5 ആണി വെല്ലവും ഒരു അര ഗ്ലാസ് വെള്ളവും ചേർത്തിട്ട് ഉരുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യമായ ഒരു അരമുറി തേങ്ങയും ചിരകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായത് അമൃതം പൊടിയാണ്. അത് ഒരു പാക്കറ്റിൻ്റെ പകുതിയോളം ഞാൻ എടുക്കുന്നുണ്ട്. അത് നമുക്ക് ചൂടായ ചട്ടിയിലേക്കിട്ട് കുറച്ചൊന്ന് ചൂടാക്കി എടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് നേരം ചൂടാക്കി എടുത്താൽ മതി. പൊടിയൊന്ന് നല്ലപോലെ ചൂടാവണമെന്ന് മാത്രമേ ഉള്ളൂ. നല്ലപോലെ ചൂടാക്കി കളറ് മാറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഈ വീഡിയോ അവസാനം വരെ കാണാൻ മറക്കല്ലേ. അമൃതം പൊടി കൊണ്ട് രുചികരവും പോഷകസമൃദ്ധവുമായ ഉണ്ടയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. കുട്ടികളുടെ സ്നാക്സായും വൈകുന്നേരങ്ങളിലെ ചായക്കൊപ്പം ഒരു നല്ലൊരു കടിയായും ഇത് ഉപയോഗിക്കാം. ആവശ്യമെങ്കിൽ ഒരു നുള്ള് ഏലക്കാപ്പൊടിയും അര സ്പൂൺ നെയ്യും ഇതിൻ്റെ കൂടെ ചേർക്കാം. പക്ഷെ ഞാനിതൊന്നും ഇവിടെ ചേർക്കുന്നില്ല. ഇതൊക്കെ ചേർത്തിട്ടും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം ഇതിൽ അത് ഉൾപ്പെടുത്തുന്നില്ല. ഇതിൽ വേറൊരു ഐറ്റം ഞാൻ ചേർക്കുന്നുണ്ട്. അത് വീഡിയോയുടെ അവസാനം വരെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇത് എങ്ങനെ ഉണ്ടാക്കിയാലും കുട്ടികൾക്കിത് ഒരുപാട് ഇഷ്ടമാവും. എൻ്റെ മക്കൾക്കിത് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്നാക്സാണ്. ഇതിൽ ഓൾറെഡി മധുരം ഉള്ളതുകൊണ്ട് അധികം മധുരം ഇതിലേക്ക് ആവശ്യമില്ല. 1 ആണി വെല്ലമായാലും മതി. അങ്ങനെ പൊടി ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം. വെല്ലം ഉരുക്കിയത് ഞാൻ അരിച്ച് ഇതിലേക്ക് ചേർക്കുവാണ്. ഇനി അതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ബദാമാണ്. കുറച്ചധികം ബദാം എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. എന്നിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബദാമിന് പകരം അണ്ടിപ്പരിപ്പോ മുന്തിരിയും ചേർത്ത് കൊടുക്കാം. മുന്തിരി ആകുമ്പം കുറച്ചും കൂടെ മധുരം കൂടുതൽ തോന്നിക്കും. അതുകൊണ്ട് മുന്തിരിയൊന്നും ഞാൻ ചേർക്കാറില്ല. അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ ഉള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം എല്ലാം നല്ല ചൂടുള്ളത് കൊണ്ട് ഒന്ന് ആ തവി വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലപോലെ മിക്സാക്കി കൊടുത്തിട്ട് നമുക്ക് കൈകൊണ്ടത് ഉരുട്ടി ഉണ്ടകളാക്കി എടുക്കാം. കൈകൊണ്ട് മിക്സാക്കുമ്പോഴാണ് ആ നനവ് നമുക്ക് ശരിക്കും തിരിയുക. തവി കൊണ്ട് ചൂടായത് കൊണ്ടാണ് ഞാൻ ഫസ്റ്റ് അങ്ങനെ ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തത്. നെയ്യൊക്കെ ചേർക്കുന്നത് ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുത്താൽ നല്ലൊരു മണവും ഫ്ലേവറും ആണ് കേട്ടോ. ഇനി നമുക്ക് അത് ഉണ്ടകളാക്കിയെടുക്കാം. ഞാൻ ഉണ്ടാക്കുന്ന ഉണ്ടയ്ക്ക് വലിയ ഷേപ്പൊന്നുമില്ല. എല്ലാ ഉണ്ടകളും പല സൈസിലായിരുന്നു. അമൃതം പൊടി കൊണ്ട് ഉണ്ടയുണ്ടാക്കാൻ കുറേ ദിവസമായി മക്കളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മൂത്തയാക്കാണ് ഭയങ്കര ഇഷ്ടം ഈ ഉണ്ട. ആദ്യം അമൃതം പൊടി കിട്ടിക്കൊണ്ടിരുന്ന സമയത്ത് തേങ്ങയൊക്കെ ഉള്ള സമയത്ത് എല്ലാ മാസവും കിട്ടുന്ന പാക്കറ്റ് തീരാറുണ്ടായിരുന്നു. പിന്നെ തേങ്ങയൊന്നും ഇല്ലാതായപ്പം നമ്മൾ ഉണ്ടയാക്കലെല്ലാം കുറഞ്ഞ് അമൃതം പൊടി എല്ലാം ബാക്കി വന്നു. ഇപ്പം അമൃതം പൊടി കിട്ടാണ്ടായപ്പോഴാണ് അതിനോട് പിന്നെയും വീണ്ടും ഭയങ്കര ഇഷ്ടം തോന്നിയത്. അവനിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പം നമ്മുടെ കസിൻ്റെ അടുത്ത് നിന്ന് ഒരു പാക്കറ്റ് വാങ്ങിയിട്ട് ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. ഞാൻ ഉണ്ടാക്കുമ്പോൾ തന്നെ മക്കൾ വന്ന് 2 പേരും എടുത്തുകൊണ്ട് പോയി തിന്നുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ ഉണ്ടയും വെച്ചിട്ടുള്ള ഒരു ഫോട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ എന്ന് ഇനി അറിയില്ല.
അങ്ങനെ എൻ്റെ ഉണ്ട ഉരുട്ടൽ പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും ഉണ്ടയാണ് നമുക്ക് ബാലൻസ് കിട്ടിയേക്കുന്നത്. മക്കൾ കഴിക്കുകയൊക്കെ ചെയ്തു. ഇനി ഇത് നാളെയും അവർക്ക് കഴിക്കാമല്ലോ. ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും സ്നാക്സും ചോദിച്ചുകൊണ്ട് വരുമ്പോൾ ഇതെടുത്ത് കൊടുത്താലും മതി. ഇത് നമുക്ക് ഒരുപാട് ദിവസം സ്റ്റോർ ചെയ്ത് വെക്കണ്ടെങ്കിൽ നല്ല ക്ലീൻ ബോട്ടിലിൽ അടച്ചു വെച്ച് സൂക്ഷിക്കാം. ഇനി അവർക്ക് ഉണ്ടേൻ്റെ കൂടെ ഒരു ചായയും കൂടെ ഉണ്ടാക്കി കൊടുക്കണം. ചായ ആരോട്ടിന് നിർബന്ധമാണ്. അതും പാൽ ചായ തന്നെ വേണം. നമ്മൾ കട്ടൻ ചായയൊക്കെ ഇടയ്ക്ക് കുടിക്കാറുള്ളത്. അവന് പക്ഷേ കട്ടൻ പറ്റില്ല, പാൽ ചായ തന്നെ നിർബന്ധം. എല്ലാവരും ചായ തയ്യാറാക്കുന്നത് പല വിധത്തിലായിരിക്കും അല്ലേ. ചിലർ ചായ വെള്ളത്തിൽ തന്നെ പൊടിയും പഞ്ചസാരയും പാലും ഒക്കെ ചേർത്തിട്ടുണ്ടാക്കും. ഞാനെല്ലാം വേറെ വേറെ തിളപ്പിച്ചിട്ടാണ് ആക്കാറ്. ചായക്ക് ആക്കി എടുത്തപ്പോഴേക്കും അമ്മ പഴുത്ത ചക്ക ഇരിഞ്ഞു കൊണ്ടുവന്നു. നല്ല വരിക്ക ചക്കയായിരുന്നു. മക്കൾക്ക് പിന്നെ ഉണ്ടതെന്ന് വയറ് നിറഞ്ഞപ്പോഴേക്കും ചക്ക മതി. ഇവിടുത്തെ പ്ലാവൊക്കെ മുറിച്ചു. അതുകൊണ്ട് ചക്ക ഇവിടെയില്ല. പക്ഷേ ഇക്കൊല്ലം ചക്കക്ക് ഒരു ക്ഷാമവും നമുക്ക് ഉണ്ടായിട്ടില്ല. എവിടുന്നെങ്കിലും ആയിട്ട് ആരെങ്കിലും ആയിട്ട് തന്നിട്ട് ചക്ക നല്ലപോലെ കഴിച്ചു കേട്ടോ. ഇന്നത്തെ ഈ എളുപ്പമുള്ള റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ. ഇതുപോലുള്ള ഹെൽത്തി റെസിപ്പികളും കുടുംബവിശേഷങ്ങളും കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.